അല്ല, മേയർ ചോറ് ഇവിടെയും കൂറ അവിടെയുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്നും കേക്ക് സ്വീകരിച്ചതും, കേക്ക് കൊടുത്തതിന് ഞാൻ കുറ്റം പറയില്ല. കാരണം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആർക്കും കേക്ക് കൊടുക്കാം. പക്ഷേ കേരളത്തിൽ ഒരുപാട് മേയർമാരുണ്ടായിട്ടും തൃശ്ശൂർ മേയർക്ക് മാത്രം പ്രത്യേകം കേക്ക് കൊണ്ടു കൊടുക്കുന്നത് വഴിതെറ്റി വന്ന് കേക്ക് കൊടുത്തിട്ടുള്ളതല്ല. അതൊക്കെ എനിക്കതിൽ യാതൊരു അത്ഭുതം തോന്നിയിട്ടില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി നേരിട്ടും പരോക്ഷമായും പ്രവർത്തിച്ച BJPക്ക് വേണ്ടി വർക്ക് ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേയറായിരിക്കുന്ന ആളാണ് ഇപ്പോഴത്തെ മേയർ. എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് യാതൊരു വിരോധവും വർഗീസേട്ടനോടില്ല. ഞാൻ വളരെ അടുപ്പുള്ള ആളാണ്. അദ്ദേഹം ജയിച്ച ഉടനെ, കോൺഗ്രസ് സിവിലായി ജയിച്ച ഉടനെ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട്, ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട് ഞാനാണ്. പിന്നീട് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുണയോടുകൂടി മേയറായി മാറിയതും നമുക്കറിയാം. അപ്പോൾ CPI മുമ്പ് തന്നെ ഈ മേയർ എടുത്ത നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് തൃശ്ശൂർ കോർപ്പറേഷൻ മേയറോടുള്ള പ്രതിഷേധം CPI ശക്തമായ നിലയിൽ നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ നിലപാടിൽ എനിക്ക് യാതൊരു വ്യത്യാസവുമില്ല. ഞാനിപ്പോഴും പറയുന്നു, അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചെലവിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനോട് വ്യക്തിപരമായും രാഷ്ട്രീയമായിട്ട് യോജിക്കാൻ കഴിയുന്നതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ മുമ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മേയർ എന്ന നിലയിൽ അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേയർ എന്ന നിലയിൽ അദ്ദേഹം BJP സംസ്ഥാന പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് കേക്ക് മേടിച്ചത് ഒരു നിഷ്കളങ്കമായൊരു കാര്യമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്ന കാര്യമല്ല. അത് ഞാൻ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ എനിക്ക് മടിയില്ല. അല്ല, അതിൽ തർക്കി, അതിൽ സംസാരിക്കുക, അതിലിപ്പോൾ നമ്മളിനിപ്പോൾ അദ്ദേഹത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ മേയറായി തുടരുന്നു എന്നുള്ളതിൽ എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് CPI ഇക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ആ മേയറോട് അഭിപ്രായ വ്യത്യാസം പറഞ്ഞിരുന്നു. അത് രാഷ്ട്രീയമാണ്, വ്യക്തിപരമല്ല. കാരണം അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു മേയറായിരിക്കുന്നിടത്തോളം കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയത്തോട് അദ്ദേഹത്തിന് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഒരു കാലം അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തന്നെ അദ്ദേഹം NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി പരസ്യമായി പ്രവർത്തിച്ച ആളാണ്. അല്ല, CPI ചുമക്കണില്ലല്ലോ. CPI അതിനെ ചുമക്കണമെന്നില്ലല്ലോ. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ആ സംവിധാനവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ കോർപ്പറേഷനിൽ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ പോകുന്നു. അത് ഇനിയും പോകും, പ്രശ്നമൊന്നുണ്ടാവില്ല. അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം BJPക്ക് വേണ്ടി കഴിഞ്ഞ ഇലക്ഷനിൽ പ്രവർത്തിച്ച ആളല്ലേ, എന്ത് സംശയം അതിനകത്ത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചോറ് ഇവിടെയും കൂറ് അവിടെയുള്ള ആളാണ് തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അതൊക്കെ പാർട്ടിയുടെ തീരുമാനം. പാർട്ടിയുടെ അഭിപ്രായം ഞാൻ പറയും. പാർട്ടിക്ക് ആ അഭിപ്രായം മുമ്പ് ഉണ്ടായിരുന്ന അഭിപ്രായത്തിൽ പാർട്ടി മുമ്പ് ഉറച്ചു നിന്നില്ല. ആ അഭിപ്രായങ്ങളുകൊണ്ടാണ് ഞാൻ പറയാം. അല്ലെങ്കിൽ ഞാൻ പറയുമോ? ഇനി ഒന്നും ചെയ്യാനില്ല. അതേ തുടരട്ടെ, അത്രേ ഉള്ളൂ.